വെൽപെയ്ഡ് സാലറി ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ന് നമ്മളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം നാട്ടിലെ കറൻസി നോക്കുകയാണെങ്കിൽ 2 lakhs എബോ ഒക്കെ ഈസിലി ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, നമുക്കിവിടെ റിസൾട്ട് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും ഏത് ആളാണെന്നുണ്ടെങ്കിലും അവർ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ആ ക്ലയൻറ്റിന് നമ്മൾ ഹ്യൂജ് റിസൾട്ടാണ് കാണിച്ചത്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു മൊമെന്റ് എന്തെങ്കിലും? ഇതിലൊക്കെ എന്താണ് ജോബൊക്കെ കിട്ടുമോ, ഇതൊക്കെ എന്താണ് നീ ചെയ്യുക? എന്നോട് ഇനീഷ്യലി കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പോസ്റ്റർ അടിക്കുന്ന പരിപാടിയാണോ അല്ലെങ്കിൽ ഫ്ലെക്സ് അടിക്കുന്ന ഇതാണോ, എന്താണ് നിങ്ങൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരു വ്യക്തി സോഷ്യൽ മീഡിയ മാർക്കറ്റിനോട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ട ബേസിക്കുള്ള സ്കിൽസ് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിംഗ് ചെയ്യുന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റ്. ഹായ്, നമ്മുടെ പുതിയൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ബേസിൽ ഇസ്മയിലാണ്. സോ ദുബായിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയായ ബുർജ് ബസിൻ്റെ ഫൗണ്ടറാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുക, ഓക്കെ, കൂടാതെ ദുബായിൽ എങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ട് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി, ഒരു ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഏജൻസി നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, കൂടാതെ ഇപ്പോഴത്തെ കറൻറ്റ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ബേസിൽ, നമ്മുടെ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. സോ നമ്മൾ ഈ ടോപ്പിക്സിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ബേസിലിൻ്റെ ഒരു ജേണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഈ മാർക്കറ്റിങ്ങിലോട്ട് എത്തി ബേസിൽ? മൈ നെയിം ഈസ് ബേസിൽ ഇസ്മായിൽ. ഓക്കെ, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അറൗണ്ട് 5th ഇയർ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അറൗണ്ട് 5th ഇയർ ആണ്. സോ പ്രീവിയസ്ലി 2 ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്നു. നൗ ഞാൻ ഓൺ ചെയ്യുന്ന സ്വന്തം ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 ഏജൻസി ദുബായിൽ തന്നെ ആയിരുന്നു? ഇല്ല, ഒരു ഏജൻസി ദുബായിലും ഒന്ന് നാട്ടിലുമായിരുന്നു. ഓക്കെ, നാട്ടിലെന്ന് പറയുമ്പം നാട്ടിൽ കാലിക്കറ്റ്. അപ്പം ദുബായിൽ ഓൾറെഡി 3.5 years 4 years ആയി ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ഏജൻസിയിൽ തന്നെ ഞാൻ അറൗണ്ട് 3.5 years വർക്ക് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ സ്വന്തമായ ഒരു ഏജൻസിയിലേക്ക് മാറുക എന്നുള്ളതും നമ്മളൊരു സ്പേസിലേക്ക് മാറുമെന്നും. പിന്നെ എനിക്ക് ക്ലോസ് സർക്കിളിൽ തന്നെ കുറച്ച് ക്ലയൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു കെയർ കൊടുക്കുക, അവർക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു മാറിയത്. പിന്നെ അത് വിചാരിച്ചതിലും അടിപൊളിയായിട്ട് ഡെവലപ്പായി വന്നു. അറൗണ്ട് 1 year കംപ്ലീറ്റ് ചെയ്യാണ്. വിത്തിൻ 20 days നമ്മൾ 1 year കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നെ ആനിവേഴ്സറിയുടെ ടൈമിലേക്ക് പോവാണ്. ഓക്കെ, എൻ്റെ കരിയറിലെ ജേണി പറയുകയാണെങ്കിൽ ഞാൻ BBA കംപ്ലീറ്റ് ചെയ്തതായിരുന്നു ഫ്രം മാംഗ്ലൂർ അലോഷ്യസ്ന്ന്. ജേണി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ജേണി ഒരു ഔട്ട്ലൈനും തരാം. അപ്പം ഞാൻ കരിയർ BBA മാംഗ്ലൂരിൽ നിന്ന് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ACCA കോഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ്. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അക്കൗണ്ട്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു എനിക്ക് അക്കൗണ്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി അതിലൊരു കരിയർ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ്. അങ്ങനെയാണ് ACCAക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ മാംഗ്ലൂരേക്ക് പോകുന്നത്. ACCA എടുക്കുക എന്നുള്ള ആ കോളേജിൽ, സെന്റ് അലൂഷ്യസ് കോളേജിൽ ACCA + BBA എന്നുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ മാത്രമാണ് അന്ന് അവിടത്തേക്ക് മൂവ് ചെയ്തത്. ബട്ട് ഒരു 2 months കഴിഞ്ഞപ്പം തന്നെ എനിക്ക് തോന്നി ACCA എനിക്ക് എന്നെ കൊണ്ട് നടക്കില്ല എന്നും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം, നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം. ഓക്കെ, ഡെഫിനറ്റ്ലി എല്ലാ ഫീൽഡിലും കമ്മിറ്റ്മെൻറ്റ് വേണം. ബട്ട് സ്റ്റിൽ അക്കൗണ്ട്സിൽ എനിക്ക് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിലുള്ളവരിടുന്ന കമ്മിറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഒരു 50% എക്സ്ട്രാ ഞാൻ ഇട്ടാൽ മാത്രമേ എനിക്ക് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ലേസി ആയിരുന്നു എന്ന് പറയാം. പക്ഷെങ്കിൽ മേ ബി എനിക്ക് കോളേജാണ്, നമുക്ക് കുറച്ച് ലൈഫ് വേണം, വെറും ഒരു പഠനം മാത്രം ആവരുത് എന്നുള്ളൊരു ചിന്ത ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് വിചാരിച്ച് ACCA വേണ്ട. 2 months കൊണ്ട് തന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം BBA കംപ്ലീറ്റ് ചെയ്തു. BBAക്ക് ശേഷമാണ് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക്, ഒരു ഫ്രണ്ട് വഴിയാണ് അന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഇങ്ങനെ ഒരു ചേഞ്ചിനെ. ഏത് വർഷമാണിത്? ഞാൻ 2019 പാസ് ഔട്ട് ആവുന്നത് കോളേജ്. 2019 കൊറോണൻ്റെ മുമ്പാണ് പാസ് ഔട്ട് ആവുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു കൊറോണ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നതും മാർക്കറ്റിംഗ് ഫീൽഡിൽ ഡിജിറ്റലിലേക്കുള്ള ഒരു ചേഞ്ച് ആ ഒരു പീരീഡിലാണ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത്രത്തോളം മാർക്കറ്റിംഗ് എഫേർട്സ് സോഷ്യൽ മീഡിയ ത്രൂ ചെയ്യാൻ പറ്റുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്ന് റവന്യൂ വരുത്താൻ പറ്റുന്നു, പിന്നെ അതുപോലെ ആഡ്സിനുള്ള ഓപ്ഷൻസ് ഉള്ളതും ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അന്നാണ് പഠിച്ചു വരുന്നത്. കൊറോണയ്ക്ക് മുമ്പ് ഇത്
പഠിക്കാൻ ചേർന്നു. ചേർന്നു. അതെ. അതായത് അല്ല, കോളേജിന് മുമ്പല്ല, കോളേജ് കഴിഞ്ഞതോടുകൂടിയാണ് പഠിക്കാൻ ചേരുന്നത്. പക്ഷെ കോളേജ് കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് എന്തെടുക്കണം എന്നുള്ളത് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ക്ലിയർ പിക്ചർ കിട്ടി. കാരണം ഇപ്പോൾ ACC ഒക്കെ ഡ്രോപ്പായി. ഇനി ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഫൈനൽ ചെയ്ത്. അപ്പോൾ ഇനി മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്ത് ചെയ്യണം എന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് പഠിക്കണം, ഇനി MBAക്ക് പോകണോ, വല്ല മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള MBAക്ക് പോകണോ, ഇനി അല്ലെങ്കിൽ വേറെ വല്ല കോഴ്സും എടുക്കണോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ അന്നൊരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. ആർക്കും ആ കോഴ്സിനെ പറ്റി അറിയില്ല. നാട്ടിൽ ഞാൻ ആരോട് ചോദിച്ചാലും ആർക്കും ആ കോഴ്സിനെ പറ്റി അറിയില്ല. ഒന്നും അറിയില്ല. ആരോട് ചോദിച്ചാലും പറയും ഇതിലൊക്കെ എന്താണ്, ജോബൊക്കെ കിട്ടുമോ, ഇതൊക്കെ എന്താണെന്ന് നീ ചെയ്യുക. എന്നോട് ഇനീഷ്യലി ചോദിച്ചൊരു കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പോസ്റ്റർ അടിക്കുന്ന പരിപാടിയാണോ അല്ലെങ്കിൽ ഫ്ലെക്സ് അടിക്കുന്ന ഇതാണോ, എന്താണ് നിങ്ങൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്? കാരണം നാട്ടിലുള്ളൊരു സ്കോപ്പ് കണ്ടിട്ട് അന്ന് ഓക്കെ ഇതിന് വേറൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, ഒരു നല്ല ഹൈ പെയ്ഡ് സാലറി കിട്ടില്ല, അങ്ങനെയുള്ളൊരു തോട്ടായിരുന്നു അന്ന്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടായിരുന്നു? ഐ മീൻ ഇപ്പം ഈ ഏജൻസിയിൽ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു മൊമെന്റ് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി എനിക്കങ്ങനെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പേഴ്സണലി ആഗ്രഹമുള്ള ആളായിരുന്നില്ല. ഒരുപാട് ടൈം വരെ എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കുമ്പം പിന്നെ ഞാൻ അങ്ങനെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം, എന്നെ അത് ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് വർക്ക് ചെയ്യണം നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എനിത്തിങ്. ബിക്കോസ് ഈ ഹൈ പെയ്ഡ് സാലറി ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ന് നമ്മളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം നാട്ടിലെ കറൻസി നോക്കുകയാണെങ്കിൽ 2 lakhs above ഒക്കെ ഈസിലി ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, സാലറി തന്നെ മന്ത്ലി. നാട്ടിലെ സാലറി നോക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ഇപ്പോൾ കറന്റ് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ, പറ്റില്ല കേരളം എടുക്കുന്ന സമയം. പക്ഷേ ആ സെയിം ജോലി നമ്മൾ ദുബായിലാണ് ചെയ്യുന്നത്, GCC കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാലറി ഡബിളോ 2 times 3 times ഒക്കെ ആവും. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് ഈസിലി എന്താണ് ഏജൻസി ഓണർ ഒന്നുമല്ല, ഐ മീൻ സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന എംപ്ലോയി തന്നെ നാട്ടിലെ 2 lakhs plus ഒക്കെ ഈസിലി വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ വെരി ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. കാരണം നല്ല നിങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇവിടുത്തെ 15,000 dirhams വരെ ഈസിലി വാങ്ങിക്കുന്നവരും. എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ ഈ ഒരു പല കരിയർ എടുത്താലും ഏറ്റവും കൂടുതൽ നമുക്കൊരു ഫൈനാൻഷ്യലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിങ്ങിലാണെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്തും ഏൺ ചെയ്യാം, നമുക്ക് ഫ്രീലാൻസ് ചെയ്തും ഏൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഒരുപാടാണ്. ഓപ്ഷൻസ് പ്രത്യേകിച്ച് ദുബായ് പോലത്തെ ഒരു മൾട്ടിനാഷണൽ ആൾക്കാർ ജീവിക്കുന്ന ഒരു കൺട്രിയിൽ, UAE പിന്നെ നമുക്ക് അതായത് നമുക്ക് കോണ്ടന്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റീസ്, ഇവിടെ അത്രയും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ആർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നനുസരിച്ചിട്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അത്രയും ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കിപ്പം വേണമെങ്കിൽ ഇന്നേ നാഷണാലിറ്റീന് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യാം, ഇന്നേ നാഷണാലിറ്റീന് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യാം. ഇതൊരു ഗ്ലോബൽ ഹബ്ബാണ്. അതെ. ആ മൾട്ടി നാഷണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. പിന്നെ അതേപോലെ പല ഏജൻസികളും ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ ബിഗ് ഏജൻസീസ് നമ്മളെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പോലെ മോഡൽസ് നാട്ടിൽ അവൈലബിൾ അല്ല, പ്രസന്റേഴ്സ് നാട്ടിൽ അവൈലബിൾ അല്ല. ഇവിടെ മൾട്ടി നാഷണാലിറ്റി ആയിട്ടുള്ള പ്രസന്റേഴ്സ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. നമുക്കിവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഷൂട്ടിങ്ങിന് തന്നെ പ്രൊഡക്ഷനിൽ തന്നെ നമുക്കിവിടെ 500 dirhams മുതൽ ഇവിടെ ഒരു 20,000 dirhams അല്ല 40,000 dirhams വരെ പ്രൊഡക്ഷനിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. ഓപ്ഷൻസും ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പല ഓപ്ഷൻസും നമുക്ക്. പക്ഷേ ഇവിടെ ദുബായുടെ ഒരു മെയിൻ ഒരു മെയിൻ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും ഏത് ആളാണെന്നുണ്ടെങ്കിലും അവർ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അത് ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റെസ്റ്റോറൻറ്റ് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ നെയിം മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ക്ലയൻറ്റിന് നമ്മൾ ഹ്യൂജ് റിസൾട്ടാണ് കാണിച്ചത്. ഓക്കെ, എനിക്കറിയാം. ഓക്കെ, വെരി 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 ഹ്യൂജ് റിസൾട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ ക്ലയൻറ്റിനെ വെച്ചിട്ട് ഞാൻ ഒരു അറൗണ്ട് 20 അടുത്ത് ക്ലയൻറ്റിൻ്റെ ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു റെഫറൻസ് വെച്ചിട്ട് അതിൽ ഞാൻ അറൗണ്ട് ഒരു 5 to 8 ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒറ്റ വർക്ക് മതിയായിരുന്നു അവർക്ക്. നമുക്ക് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് ആൾക്കാരെ കാണിക്കാൻ മാത്രം മതിയായിരുന്നു. അവർ റെഡി ടു ജമ്പ് ഇൻ.
അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അവരെ നമ്മളെ സോഷ്യൽ മീഡിയ ചെയ്യണം, നമ്മളെ കോണ്ടന്റ് ക്രിയേഷൻ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ലൊരു വർക്ക് മതി, പോർട്ട്ഫോളിയോയിൽ ഒറ്റൊരു വർക്ക് ഉണ്ടായാൽ മതി, അടിപൊളി, നമുക്ക് എത്രയും ഇവിടെ കൺവേർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ഡെയിലി എത്ര ബിസിനസ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല മാർക്കറ്റിങ്ങിൽ ഇപ്പം. ഡിജിറ്റൽ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി വേറെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കോസ്റ്റും ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പുതുതായിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരു വ്യക്തി ഇപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ട ബേസിക്കുള്ള സ്കിൽസ് എന്തൊക്കെയായിരിക്കും ബേസിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ്ലി ആ ബേസ് ക്ലിയർ ആയിരിക്കണം. എന്തായാലും നിങ്ങൾക്കൊരു കോഴ്സ് എടുക്കണം. ഞാൻ ഒരിക്കലും ഒരാളോട് യൂട്യൂബ് നോക്കി പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ നോക്കി ഞാൻ പറയൂല. ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് പഠിച്ചു, ഞാൻ എന്നിട്ട് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്, സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ എന്തായാലും നിങ്ങളൊരു കോഴ്സ് എടുക്കണം. നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞ് അത് മനസ്സിലാക്കി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ സ്ട്രീം ലൈൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ചിലർക്ക് അത് ആഡ് റൺ ചെയ്യാനായിരിക്കും, ചിലർക്ക് താല്പര്യം, അതെ, ചിലർക്ക് കോണ്ടന്റ് ക്രിയേഷനിലായിരിക്കും താല്പര്യം, ഇനി ചിലർക്ക് ക്രിയേറ്റീവ് സൈഡിൽ കുറേ ഇൻപുട്സ് ഇടാനായിരിക്കും താല്പര്യം. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അത് പിന്നെ അതിനെ മാറ്റിയെടുക്കലാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇനീഷ്യൽ ഫസ്റ്റ് തിങ് എന്തായാലും കോഴ്സ് എടുക്കുക. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് പോസിബിൾ ഇപ്പം ദുബായ് തന്നെ ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് പല കമ്പനി ഇൻറ്റേൺസിന് എടുക്കാൻ റെഡിയാണ്. ഓക്കെ, പേ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇൻറ്റേൺ ആണെങ്കിൽ പോലും അവർക്ക് പേ കിട്ടണം എന്നാണ്. ഓക്കെ, ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്, കാരണം ഞാനും ഇൻറ്റേൺ ആയിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ ഇഫ് പോസിബിൾ ആണ്, കമ്പനിക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്നാണെങ്കിൽ ആ പേയോട് കൂടെ ഒരു ഇൻറ്റേൺ എടുക്കുക. ആ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ആ ന്യൂബിയുടെ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഇൻപുട്സ് ഇൻവോൾവ് ചെയ്യുക. ഈവൻ തോ അവർ മാക്സിമം നമ്മൾ ഡെലിവറി ചെയ്യുക. അപ്പോൾ ആ ഒരു സമയമാണ് നമ്മളെ മുമ്പിൽ കുറച്ച് പാത്ത് ഓപ്പൺ ആവുക. ഓക്കെ, മേ ബി അവർക്ക് മനസ്സിലാവുക, ആ ബ്രാൻഡിന് മനസ്സിലാവുക, ഈ ആൾക്ക് കോണ്ടന്റ് ക്രിയേഷനിൽ കുറച്ചൊരു ഐഡിയ ഉണ്ട്, അല്ല പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ കുറച്ചൊരു ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് ഡെവലപ്പായി വരാൻ. അപ്പോൾ ആര് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും കോഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന ഏജൻസിയിൽ തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏജൻസിയിലേക്ക് നിങ്ങൾക്ക് ഇൻറ്റേൺ ആയിട്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടാവും. നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് ഒരു ബ്രാൻഡിൽ തന്നെ നിൽക്കേണ്ടതുണ്ടാവില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൽ വർക്ക് ചെയ്യുക. ബട്ട് ഒരു ടൈം വരെ ഞാൻ എല്ലാവരോടും ഇൻറ്റേൺ ആയിട്ട് ഏജൻസി കയറാനായിരുന്നു പറയാറ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സർക്കിളിൽ തന്നെ ഇന്ന് നല്ല പെയ്ഡായിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്തൊരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇൻറ്റേൺ ആയിട്ട് കയറുന്ന ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ, ഫോർ എക്സാമ്പിൾ ഒരു വാച്ചിൻ്റെ ഇൻഡസ്ട്രി, ലക്ഷറി വാച്ചിൻ്റെ ഇൻഡസ്ട്രി ദുബായ് തന്നെ. ഓക്കെ, അപ്പോൾ അവൻ ഫസ്റ്റ് അവിടെ ജോയിൻ ചെയ്ത് ചെറിയ പേ ആയിരുന്നു, അവിടെ ജോയിൻ ചെയ്ത് ഇൻറ്റേൺ ആയിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു ഐഡിയ വാച്ചിനെ പറ്റി ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഐഡിയ, അതായത് ക്രിയേറ്റീവ് സൈഡിനേക്കാളും കൂടുതൽ മാർക്കറ്റ് സൈഡ്, വാച്ച് എന്താണ്, ഇന്നേ വാച്ചിന് എങ്ങനെ പ്രൈസ്, ഈ ബ്രാൻഡിന് ഇത്ര പ്രൈസ്, ഇതിൽ ഇന്ന ഗെയിംസ് ഒക്കെ ഉണ്ട്, അതായത് ഇതിൻ്റെ മാർക്കറ്റ് ഗെയിം ഉണ്ടാവും, ഇതാണ് നടക്കുന്നത്, ഇതിങ്ങനെയാണ് സെല് ചെയ്യുന്നത്. വാച്ചിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായപ്പോൾ ആ സെയിം സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പുള്ളി ഒരു നല്ലൊരു ഫേമിലേക്ക് അപ്ലൈ ചെയ്ത്. ഓക്കെ, ഓൾറെഡി ഇത്ര നോളജ് ഉള്ള ഒരാളെ അവർക്ക് എന്തുകൊണ്ടൊരു സോഷ്യൽ മീഡിയ മാർക്കറ്ററായിട്ട് എടുക്കാൻ അവർ റെഡിയാണ്. ഈ പുള്ളിക്ക് ഇൻ്റേൺ ആണ്, ആൾ വർക്ക് ചെയ്ത് ആൾക്ക് നല്ല ഐഡിയ ഉണ്ട്. ആ മൊമെന്റ് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ആൾ അവിടത്തേക്ക് ജോയിൻ ചെയ്തു നല്ല പേയോടുകൂടെ. അപ്പോൾ ഇത് പുള്ളി എവിടെ ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരാൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്, അവർക്ക് നല്ല പേയും ഉണ്ട്. അപ്പോൾ ഇനി ഏജൻസിയിൽ വർക്ക് ചെയ്ത അവരുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏജൻസിയിൽ നിന്ന് അവർ മനസ്സിലാക്കും എനിക്ക് ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ ഇൻപുട്സ് ഇടാൻ പറ്റുക, ഏത് ഇൻഡസ്ട്രി ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഏജൻസിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വെരി ഹാപ്പിയാണ് മുമ്പുണ്ടായ ഏജൻസിയിൽ വർക്ക് ചെയ്തതും. വൈബിനെക്സ് എന്ന് പറയുന്ന ഏജൻസിയിൽ വർക്ക് ചെയ്തതുകൊണ്ടും പിന്നെ എനിക്കുണ്ടായ കരിയർ ഗ്രോത്തിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി, ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ലോണം ഇൻവോൾവ് ആണ്. ഓക്കെ, ഹെൽത്തിലും ഞാൻ അത്യാവശ്യം ഇൻവോൾവ് ആണ്. എനിക്കുള്ള ഇപ്പോഴത്തെ ക്ലയൻറ്റിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ
എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ 60% റവന്യൂ വരുന്നത്. ഓക്കെ, സ്കൂൾസ്, അക്കാഡമി, അങ്ങനെയുള്ള അതിൽ നിന്നാണ് എനിക്ക്. നിങ്ങൾ ഏജൻസി ആ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഇല്ല ഫോക്കസ്ഡ് എന്ന് ഞാൻ പറയില്ല. ഫോക്കസ്ഡ് എന്ന് പറയും കാരണം ദുബായ് പോലെയുള്ള ഒരു സിറ്റിയിൽ ഞാൻ ഒന്ന് മാത്രം ഫോക്കസ്ഡ് എന്ന് പറയാനായിട്ടില്ല. ഞാൻ ആയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ഞാൻ തന്നെ എന്നെ ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു പോയിന്റിൽ മേ ബി നമ്മളൊരു ഏജൻസി ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഓറിയന്റഡ് ആയിട്ട് ഇന്നേ ഒരു സെക്ടർ ഓറിയന്റഡ് ആയിട്ട് വേണം നമുക്ക് ചെയ്യാം. അതിപ്പം ഞാൻ അതിലേക്കൊന്നും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. നമുക്കൊരു 60% നമുക്ക് റവന്യൂ വരുന്ന എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്. ദെൻ ഒരു 40% റവന്യൂ വരുന്ന 40 അല്ല, ഒരു 20% റവന്യൂ ഫ്രം ഹെൽത്ത് ആണ്. പിന്നെ 20% ബാക്കിയൊക്കെ റെസ്റ്റോറൻറ്റ്സുമാണ്. ഓക്കെ, ആക്ച്വലി ഇവിടെ ഈസി ടു നമുക്ക് കിട്ടാൻ പറ്റുന്ന ക്ലയൻസ് ആണ് റെസ്റ്റോറൻറ്റ്സ്. ഓക്കെ, ഞാൻ പക്ഷെങ്കിൽ കൂടുതൽ അതിലേക്ക് ഇപ്പം ജമ്പ് ചെയ്ത് എടുക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവിടെ ഉണ്ടാവും. ഇപ്പം ഈ റെസ്റ്റോറൻറ്റ് കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ക്ലയൻറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ അവരുടെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു പെർഫോമൻസ് ആയിട്ട് നമ്മൾ എന്താണ് അവിടെ കാണിക്കുന്നത്? പെർഫോമൻസ് ആയിട്ട് എടുക്കുന്നത് ഇപ്പം എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പറയാം. ബ്രാൻഡ്സിൻ്റെ നെയിം പറയാണ്ട് തന്നെ എക്സാമ്പിൾസിൽ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് 3 months ഡെഫിനറ്റ്ലി ബ്രാൻഡ് അവയർനെസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഓക്കെ, അത്യാവശ്യം ബ്രാൻഡ് അവയർനെസ്. കാരണം റെസ്റ്റോറൻറ്റിനെ പറ്റി കേട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ആ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് തന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ അറിയാത്ത എത്രയോ പേരുണ്ടാവും. അതെ, പല എമിറേറ്റ്സിൽ നിന്നും നമ്മളെ ദുബായ്ക്ക് അല്ലെങ്കിൽ എസ്പെഷ്യലി കരാമയിലൊരു ട്രാവൽ ചെയ്ത് വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് ഇപ്പോൾ കറാമയിൽ തന്നെയാണെങ്കിൽ 1000-ന്റെ മേലെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയില്ലായിരിക്കും. അവർ കുറേ റെസ്റ്റോറൻറ്റ്, നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു 5 റെസ്റ്റോറൻറ്റ് നിങ്ങൾ അതന്നെ കണ്ടിന്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാൻഡ് അവയർനെസ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം കോണ്ടന്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്യുക. ലോഗോസ് അവിടെ ഇവിടെയായിട്ട് റിവീൽ ചെയ്യുക. പിന്നെ അത് നമ്മൾ ഒരു ലോഗോ മാർക്ക് പോലെ മേലെ കൊടുക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ എക്സ്റ്റീരിയർ കാണിക്കുക, അല്ലെ ലോഗോ കാണിക്കുക. അങ്ങനെ പല രീതിയിലും ആയിരിക്കും നമ്മൾ ആ ലോഗോനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് നെക്സ്റ്റ് ടൈം അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓ ഇത് ആ റെസ്റ്റോറൻറ്റ് ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഫേസ് നമ്മൾ കാണുക. നല്ലോണം ബ്രാൻഡ് അവയർനെസ് നല്ലോണം പുഷ് ചെയ്യുക. ആ 3 months പീരീഡിൽ എല്ലാവർക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്ന് അറിഞ്ഞു കിട്ടുക എന്നുള്ളതാണ്. അതെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് 3 months പ്രോസസ്സ് ആയിരിക്കില്ല. ചിലപ്പം കസ്റ്റമർ ക്ലയൻറ്റ് നമ്മളോട് പെട്ടെന്ന് ചെയ്യാനുള്ള പോലെ പറയും 1 month കൊണ്ടോ 2 month കൊണ്ടോ മാക്സിമം ഇത്ര കോണ്ടന്റ് മതി, ഇനി സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മന്ത്ലി റവന്യൂ അവിടുത്തെ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് മന്തിൽ ഇത്ര % ഇൻക്രീസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഗ്രിമെന്റ് വെക്കാറുണ്ട്. അങ്ങനെ വെക്കാറുണ്ട്. ഓക്കെ, അത് ജെന്യൂൻലി വർക്കായ ക്ലയൻസും ഉണ്ട്, നല്ലോണം വർക്കായ ക്ലയൻസും ഉണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ലാസ്റ്റ് ടൈം ഞാൻ വർക്ക് ചെയ്തപ്പം അടിപൊളി റിസൾട്ട് ഉണ്ടായതും പിന്നെ അവരെ ലാസ്റ്റ് മന്ത് സെയിലിനെക്കാട്ടും 30% ഇൻക്രീസ് ഉണ്ടായ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഒന്ന് ആ ഒരു പെർസെൻറ്റേജ് രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ആഡ്സ് റൺ ചെയ്യും. ഓക്കെ, മെറ്റ ആഡ്സ് റൺ ചെയ്യും ബുക്കിങ്സിന് വേണ്ടിയിട്ട്. ഇന്ന സ്പെസിഫിക് ടൈമിൽ ഈ പീക്ക് അവേഴ്സിലൊക്കെ ബുക്കിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ റംദാനൊക്കെ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓണം ഓറിയൻറ്റഡ് ആയിട്ട് സീസണലായിട്ട് ഇപ്പോൾ നമുക്ക് ബോക്സിലായിട്ടൊക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിന് ആഡ് റൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ടൈം ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി ഇവിടെ എല്ലായിടത്തും ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു. ഓക്കെ, ഇന്നിപ്പോൾ ഒരു ഹൈപ്പില്ല. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ആഡ് എത്തിക്കണം. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡിഷിൽ അതുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും അറിയിക്കണം. ആ ഒരു സർക്കിളിൽ നമ്മൾ അറിയിക്കും ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഈ ഒരു ഡിഷ് ഉണ്ട് എന്നുള്ളത് അവരെല്ലാവരെയും അറിയിക്കുന്നത്. ആ ഒരു ലൊക്കാലിറ്റിയിൽ 5 to 10 kilometer റേഡിയസിൽ നമ്മൾ അറിയിക്കും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പല ഡിഷസും ഉണ്ടാവും. പിന്നെ എന്താണ് കബാബ്സ് ഉണ്ടാവും ചിലപ്പം, അല്ലെങ്കിൽ ഒരു മോര് സോഡ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും. കുറേ ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ ഹിറ്റ് ആവുന്നത്, ഇപ്പോൾ കൂന്തൽ നിറച്ചത് എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്താ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അത് നമ്മളെ അടുത്ത് വന്നു എന്ന് അറിയിക്കാൻ നമ്മൾ ആഡ്സ് റൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ക്രൗഡിനെ നമുക്ക് പുഷ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് കാരണം ഈ ന്യൂ കസ്റ്റമറെ നമുക്കിപ്പോൾ കിട്ടേണ്ടത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ അവിടെ വന്നു പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ന്യൂ കസ്റ്റമർ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കാർ വാഷിലൊക്കെ നമ്മളൊരു 2 years വർക്ക് ചെയ്തൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അബുദാബി ബേസ്ഡ് ആണ്. എവ്രി മന്ത് നമ്മളൊരു 700 ന്യൂ കസ്റ്റമേഴ്സിന് കൊടുക്കും.
700 ന്യൂ കസ്റ്റമേഴ്സിന്. ഓക്കെ, എവറി മന്ത്. ഓക്കെ, ഹ്യൂജ് നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡെയിലി 300-250 മേലെ കാർ വാഷ് നടക്കുന്നുണ്ട്. ഓട്ടോമേറ്റഡ് കാർ വാഷാണ്. ഓക്കെ, മാനുവലി ഒരാൾ ചെയ്യുന്നതല്ല, ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ 250-300 ഡെയിലി വാഷ് അവിടെ നടക്കുന്നുണ്ട്. അല്ല 400 വരെ പോയതുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡെയിലി ഒരു 10 20 അല്ല 50 പുതിയ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അവർ നെക്സ്റ്റ് ടൈം എന്തായാലും അവിടെ തന്നെ വരും. കാരണം ചെറിയ സമയം കൊണ്ട് ഓട്ടോമേറ്റഡ് കാർ വാഷാണ്, പെട്ടെന്ന് നടക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ആദ്യം നമുക്ക് ഈ എക്സ്പീരിയൻസ് ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, എക്സ്പീരിയൻസ് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇൻറ്റൻഷൻ. എക്സ്പീരിയൻസ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവർ രണ്ടാമത് വന്നോളൂ. അപ്പോൾ അതുപോലെ ഒരു 2 ഇയേഴ്സോളം നമ്മൾ വർക്ക് ചെയ്ത ക്ലൈൻ്റാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ബേസിലിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു ആനിവേഴ്സറി ആവാറായി. അപ്പം നിങ്ങൾ ടീമിൽ ഇപ്പം സ്റ്റിൽ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പം നിങ്ങളെ ടീമിൽ ഇപ്പം പുതിയൊരു ഹയറിംഗ് നടക്കുന്ന സമയത്ത്, ഇപ്പം ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ബേസിൽ അപ്പം ആ ഒരു വ്യക്തിയിൽ നോക്കുന്ന ബെസ്റ്റ് സ്കിൽസ് എന്തായിരിക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? കൾച്ചർ ഡെഫിനറ്റ്ലി ഞാൻ കൾച്ചർ നോക്കും നല്ലോണം. ഓക്കെ, കാരണം എൻ്റെ സ്റ്റൈൽ ഓഫ് വർക്ക് ആവണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു കൾച്ചറിനെ മീറ്റ് ചെയ്യണമെന്നോ അതല്ല. ആക്ച്വലി അവിടെയുള്ള എൻ്റെ എംപ്ലോയീസിനോട് അവരെ റാപ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാദ്യം മനസ്സിലാക്കും. ഓക്കെ, ഇപ്പം എൻ്റെ ടീമിലുള്ളവർക്ക് നസീം, സിബ, ഷർഫു, വെയ്സ്, ഇവരെല്ലാം ടീമിൻ്റെ ഇടയിൽ ഞാൻ ആ പുള്ളിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആ ടീമിൽ അതെന്തെങ്കിലും രീതിയിൽ സിങ്ക് ആവുമോ, അത് ബാധിക്കുമോ, അല്ലെങ്കിൽ അവരുമായിട്ട് സിങ്ക് ആവുമോ. അതായത് വർക്കിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ക്രിയേറ്റീവ് സൈഡ് അല്ലെങ്കിൽ അവർ ടെക്നിക്കൽ നോളജ് അതൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പ് നോക്കേണ്ട മെയിൻ കാര്യമാണ് അവരെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ. ഇപ്പോൾ ഒരു വർക്ക് ഞാൻ കൊടുക്കുകയാണ്, ഇന്ന് എനിക്കിപ്പോൾ ഉച്ചക്കേക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഏർലി മോർണിംഗ് അത് ഒരു വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു 2 hours കൊണ്ടായിരിക്കും എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ആ പ്രഷർ സിറ്റുവേഷൻ അവരതങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പെട്ടെന്നൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെത്രത്തോളം പാനിക് ആവാണ്ട് അതിനൊരു റിസൾട്ട് തരും എന്നുള്ളത്, എപ്പം ഡെലിവറി ചെയ്യുന്നുള്ളത് അതൊന്ന് നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ എന്തിനും ഇപ്പം നമ്മൾ അറിയാത്ത കാര്യമാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. ചുമ്മാ അത് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് വൃത്തികേടാക്കുന്നതിനെക്കാട്ടും നല്ല അറിയത്തില്ല എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള എഫേർട്ട് ഇടണം. നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സെയിം മിസ്റ്റേക്ക് രണ്ടാമത് ഉണ്ടാവരുതെന്ന്. ഒരു വട്ടം മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടാവാം, സെയിം മിസ്റ്റേക്ക് രണ്ടാമത് ഉണ്ടാവുമേ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അതെ, നമ്മളിപ്പം ഈ ചില ബ്രാൻഡ് പറയത്തില്ല, അതായത് ഇപ്പം എനിക്ക് എന്താണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം എൻ്റെ കണ്ടന്റ് പോയാൽ മതി, അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്കിൽ മാത്രം മതി. ഓക്കെ, അല്ലെങ്കിൽ അവർ പറയാണ് ടിക്ടോക്കിൽ മാത്രം മതി എന്ന് പറയാണ്. ഓക്കെ, അതായത് ഇവരെന്താണ് ഇതിൻ്റെ ഒന്നും അനാലിസിസ് ഒന്നും ചെയ്യാതെ ഒരു ബ്ലൈൻഡായിട്ട് പറയുകയാണ്. ഇപ്പം നമ്മളെ കണ്ടന്റ് എനിക്ക് എന്താണ് ടിക്ടോക്കിൽ മാത്രം ഇട്ടാൽ മതി എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം നിങ്ങളെ ആസ് ഏജൻസി നിങ്ങളൊരു സജഷൻ എന്തായിരിക്കും? ആക്ച്വലി ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പറയുന്ന ക്ലയൻസിനോട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള റെസ്പോൺസ് അവരും നമ്മളും അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നമുക്കും അവർക്കും ഫീൽ ചെയ്യാൻ പറ്റും നല്ലോണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കുള്ള ക്ലയൻസിൽ തന്നെ 5 പ്ലാറ്റ്ഫോമിലോളം പോസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മന്ത്ലി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100 ഫോളോവേഴ്സ് വന്നു, ഫേസ്ബുക്കിൽ ഒരു 30 ഫോളോവേഴ്സ് വന്നു, ഓക്കെ, പേജ് ലൈക്സ് വന്നു, ടിക്ടോക്കിൽ ഒരു 20 ഫോളോവേഴ്സ് വന്നു. ആ ഒരു രീതിയിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. നേരെ മറിച്ച് ഞാനൊരു അക്കൗണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യാണ്, ഇൻസ്റ്റാഗ്രാം മാത്രം ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ ഞാനിടുന്ന സ്റ്റോറീസ്, അതിൻ്റെ കൂടെ അഡീഷണലി പോസ്റ്റിൻ്റെ കൂടെ ഇടുന്ന സ്റ്റോറീസ്, പിന്നെ ഉള്ള എഫേർട്സ് ഒക്കെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എനിക്ക് ആ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആയിരിക്കും ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാൻ. പക്ഷേ ആ ഒരു സമയം നമ്മൾ ബാക്കിയുള്ള ചാൻസ് നമ്മൾ മിസ് ചെയ്യാണ്. അല്ല, ബാക്കിയുള്ള ചാനൽസ് നമ്മൾ മിസ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു 3 ചാനൽസ് എങ്കിലും ആദ്യം സജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഇനി അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, അങ്ങനെയുള്ള രീതിയിൽ ഇവിടുത്തെ ഒരു ഓഡിയൻസിനനുസരിച്ച് നമ്മൾ 3 ചാനൽ പറഞ്ഞു നോക്കുക. ആ 3 ചാനൽ പറഞ്ഞിട്ട് ഏതിലാ പെർഫോമൻസ് കാണുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കോണ്ടന്റ് എക്സ്ട്രാ പുഷ് ചെയ്യും. ഇപ്പോൾ ചില ക്ലയൻസിന് നമുക്ക് ടിക്ടോക്ക് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ബേസിക് ആയിട്ടുള്ള സാധാ ഇട്ട് പോകുന്നതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റിംഗ് ചെയ്തോളൂ. അതിൻ്റെ കൂടെ
ഇപ്പോൾ മേ ബി ഒരു BTS എടുത്തത്, പിന്നെ ഇനി അല്ലെങ്കിൽ BTSന്റെ ഇടയിലുള്ള ഒരു ഫണ്ണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കോണ്ടന്റ്, അതിന് നമ്മൾ ടിക്ടോക്കിൽ തന്നെ ചെറിയൊരു ക്യാപ്ഷനൊക്കെ എഴുതിയിട്ട് എക്സ്ട്രാ കോണ്ടന്റ് വിടും. അപ്പോൾ ടിക്ടോക്കിൽ നല്ലൊരു റീച്ച് ആയിരിക്കും. ചിലപ്പോൾ അതിൽ വൺ ഓഫ് ദ വീഡിയോ ഒന്ന് കയറി അങ്ങ് പോകും. ഓക്കെ, കാരണം മറ്റേതൊക്കെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് എടുത്ത ചില വീഡിയോസ് ആയിരിക്കും. അതിന്റെ ഇടയിലായിരിക്കും നമ്മൾ ഒരു അധികം സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് എഫേർട്ട് ഒന്നും ഇല്ലാണ്ട് ടിക്ടോക്കിൽ ഇട്ടത്. അതായിരിക്കും ചിലപ്പോൾ നല്ല വ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മളത് ക്ലയന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഈ ഒരു മന്തിൽ ഇത്ര സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം കാണുന്നില്ലേ, നമുക്ക് എന്തേ അതിൽ ഇൻവെസ്റ്റ് കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് കോണ്ടന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാറ്റാം, കുറെ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റും അതിന് റെഡി ആയിരിക്കും. കാരണം അവർക്ക് വേണ്ടത് റിസൾട്ട് ആയിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലയൻസ് ഉണ്ട് ടിക്ടോക്ക് ഒന്ന് സെയില് വരുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കുറെ ക്ലയൻസ് ഉണ്ട്. ടിക്ടോക്കിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെയിലിന് ഇമ്പാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അപ്പം ഇങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ വീഡിയോസിന്റെ റീച്ച് എന്നൊക്കെ പറയുന്നത് ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഒരു മെട്രിക് പോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത റിസൾട്ടുകൾ അല്ലേ. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെയിൽസിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. അല്ല, അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടിക്ടോക്ക് പോലെയുള്ള ചാനലിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഡിഫറൻസ്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മൾട്ടിനാഷണാലിറ്റീനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് എത്താനുള്ള പീരീഡ് കുറേ ടൈം എടുക്കും. ടിക്ടോക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ എനിക്കിപ്പോൾ എൻ്റെ ഒരു വീഡിയോ റഷ്യൻസ് കാണണം, ഇന്ന ലാംഗ്വേജിലുള്ള കുറച്ച് പേര് കാണണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അവരിലേക്ക് ഈ ഒരു കോണ്ടന്റ് എത്താനുള്ള ടൈം പീരീഡ് കുറച്ച് അധികമായിരിക്കും, കുറേ ടൈം എടുക്കും. നമ്മൾ ഉദ്ദേശിച്ച ടൈം കൊണ്ട് അവരെ കമ്മ്യൂണിറ്റിയിൽ ഇതങ്ങ് ഹിറ്റാവോ അവരിലേക്ക് എത്തുകയോ ചെയ്യില്ല. ഓക്കെ, പക്ഷേ ടിക്ടോക്കിൽ അങ്ങനെയല്ല. എനിക്ക് മൾട്ടിനാഷണാലിറ്റി ഇന്നേ നാഷണാലിറ്റിനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എത്താൻ പറ്റും. ആ ടൈം പീരീഡ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ മല്ലൂസ് ഇന്ത്യൻസ് മാത്രമേ അപ്രോച്ച് ചെയ്യുന്നുള്ളൂ, അല്ല നോർത്ത് ഇന്ത്യൻസ്, മല്ലൂസ് ഇന്ത്യൻസ്, ടോട്ടൽ ഇന്ത്യൻസിന് മാത്രമേ അപ്രോച്ച് ചെയ്യുന്നുള്ളൂ നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഈസിയാണ്, കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ ആ കോണ്ടന്റ് എത്തിപ്പെടാനുള്ള ടൈമും പീരീഡും ഒക്കെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ക്ലയന്റ് ഉണ്ടെന്ന് വെക്കുക, ഇപ്പം ഈ ഫ്ലവർ ഒക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു ക്ലയന്റ്, ഓക്കെ, അപ്പം എന്താണ് ഒരു കമ്പനി, ഓക്കെ, അപ്പം അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റഷ്യൻസ് ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു കണ്ടന്റ് കൂടുതലും പുഷ് ചെയ്യുന്നത് ടിക്ടോക്കിൽ അല്ല, അതിപ്പോൾ റഷ്യൻസിനൊന്നും മാത്രമല്ല, ഇന്നേ ഒരു നാഷണാലിറ്റി നമ്മൾ ആദ്യം ഒരു സ്റ്റഡി നടത്തും. എനിക്ക് ഇന്നേ നാഷണാലിറ്റിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന മോഡൽസ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രസൻറ്റർ എല്ലാം ഞാൻ അത് ആ സ്റ്റൈലിൽ മാറ്റും. പിന്നെ ഓൾറെഡി ഞാൻ ആ നാഷണാലിറ്റി ഫോളോ ചെയ്യുന്ന കുറച്ച് ഫ്ലവറിന്റെ തന്നെ അക്കൗണ്ട്സ് ഞാൻ ഗോ ത്രൂ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ ഗോ ത്രൂ ചെയ്യും. കാരണം ഇത് അവരുടെ എൻ്റെ ഗഡ്സ് എന്നുള്ള ഫീലിങ്സ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. ഇത് നമ്മളെ തീരുമാനങ്ങളല്ലല്ലോ, ഇത് ഓൾറെഡി ഓഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഓഡിയൻസ് ഇപ്പോൾ ആ ഒരു നാഷണാലിറ്റിയിലുള്ളവർ ഇന്നേ ഒരു വേറൊരു ഫ്ലവർ കമ്പനിയോട് അല്ലെങ്കിൽ ഫ്ലവർ ബൊക്കെ കമ്പനിയോട് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കും, അവരെന്ത് കോണ്ടന്റ് ഇടുന്നത് നമ്മൾ നോക്കും, അതിൻ്റെ ഒരു റിഫൈൻഡ് വേർഷൻ നമ്മൾ ചെയ്യും. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സാക്റ്റ് അതേ കോണ്ടന്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. അപ്പോൾ ഏതിലാണ് പെർഫോമൻസ് ഉണ്ടായെന്ന് മനസ്സിലാവും, ഇന്നേ ഒരു കോണ്ടന്റിലാണ്. പിന്നെ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും, ആ ഒരു സ്റ്റൈലിൽ തന്നെ കോണ്ടന്റ് മാറ്റിക്കൊണ്ടുവരും. അപ്പോൾ സ്ലോലി ലൈക്ക് 1 month or 2 months പീരീഡ് കൊണ്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയെ കിട്ടും. ഇതിനൊരു ഓഡിയൻസ് ഉണ്ടാവും. നമ്മൾ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരു ഓഡിയൻസ് വേണമല്ലോ. അതെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂ ഓഡിയൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള പരിപാടികളും നടത്തും. ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് കീപ്പ് ചെയ്യും. അതായത് ഒരു 60% നമ്മളെ കമ്മ്യൂണിറ്റിക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും. ബാക്കിയുള്ള ഒരു പെർസെൻറ്റേജ് നമ്മൾ 20% പുതിയൊരു ഓഡിയൻസിനെ അപ്രോച്ച് ചെയ്യാനായിരിക്കും. അങ്ങനെയുള്ളൊരു ട്രൈ നമ്മൾ നടത്തി നോക്കാറുണ്ട്. ഓക്കെ, എഗെയിൻ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പൊസിഷനിങ്ങിനെ ഒരിക്കലും ബാധിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ത്രൂ തന്നെ നമ്മളെ പൊസിഷനിങ്ങിനെ ഒരിക്കലും ബാധിക്കരുത്. ഞാനിപ്പോൾ എത്ര ക്ലയൻസിനോട് വർക്ക് ചെയ്തതാണെങ്കിലും ഒരു 150 ക്ലയൻസിൻ്റെ മേലെ ഞാൻ ഈ ഒരു 5 years വർക്ക് ചെയ്തിട്ടുണ്ടാവും. അറൗണ്ട് 200 അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇന്ന് ഞാനിപ്പോൾ ഒരു 3 months പീരീഡ് അല്ല 6 months പീരീഡ് അവർ നമ്മളടുത്ത് വർക്ക് ചെയ്ത് അവർ വേറൊരു ഏജൻസിയോ അല്ലെങ്കിൽ വേറെ അവർ തന്നെ ഇൻറ്റേർണൽ ടീമിനെ വെച്ചോ ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനുള്ള ഗ്യാപ്പ് ഫീൽ ചെയ്യരുത്. നമ്മൾ ഓൾറെഡി ആ ട്രാക്കിലായിരിക്കണം. ഇന്ന് ഞാൻ കാരണം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഇനി അവിടെ എത്താനുള്ള ദൂരം കൂടുതൽ ഉണ്ടായ പോലെ തോന്നരുത്. അറ്റ്ലീസ്റ്റ് അവർ ആ ഒരു ഓഡിയൻസിന്റെ പാത്തിലായിരിക്കണം.
ഓക്കെ. കാരണം ഒരു ലോങ് പ്രോസസ്സാണ്. ഇത് ഇന്ന് നടക്കും നാളെ നടക്കുന്നുള്ള പോലെയല്ല, നമ്മളൊരു പ്രോസസ്സിലാണുള്ളത്. അപ്പോൾ അടുത്ത ഏജൻസിയോ അല്ലെങ്കിൽ അടുത്ത ഇനി അവരെന്നെ ഇൻറ്റേർണൽ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ബിൽഡ് ചെയ്തതിൻ്റെ ബാക്കിയായിരിക്കണം അവർ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഗോൾസ് ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന സമയം നമ്മളെ ഗോൾസ് ഉണ്ടാവും. ചിലപ്പോൾ സെയിൽസ് ഓറിയൻറ്റഡ് ഗോൾസ് ഉണ്ടാവും, റീച്ച് ഓറിയൻറ്റഡ് ഗോൾസ് ഉണ്ടാവും. നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എനിക്ക് സോഫാറുള്ള ക്ലയൻസിൽ അറൗണ്ട് 10 ക്ലയൻസിൽ നമുക്കിപ്പം 5 ക്ലയൻസിനും KPI ഉണ്ട്. KPI നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇതാണ് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കാരണം ഇതിലിപ്പം പണ്ടാണെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുക, സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ റീൽ എന്നുള്ളത് പറഞ്ഞ് നമുക്ക് അത് ഡെലിവർ ചെയ്യാന്ന് പറയുന്നു. ഇന്ന് അതല്ല, ഇതിനൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. എല്ലാവരും മാർക്കറ്റിൽ കോണ്ടന്റ് ഇടുന്നുണ്ട്. എല്ലാ കോണ്ടന്റ് ഈ നമ്മൾ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു 1000-ഓളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പ്രോപ്പർ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോമ്പറ്റീഷന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്ര ഫോളോവേഴ്സിനെ കൊണ്ടുവരുന്നു, എത്ര റീച്ച് ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ഇനി സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ലീഡ് ജനറേറ്റ് ചെയ്യലാണോ അല്ല ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണോ, അതിൽ നിന്ന് സെയിൽ നടക്കണം എന്നാണോ, എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 3 മന്ത്സിന് ഇത്ര ഫോളോവേഴ്സ് എന്നുള്ള KPI ഉണ്ടാവും. ഓക്കെ, ഇത്ര റീച്ച് എന്നുള്ള ഒരു KPI ഉണ്ടാവും, ഇത്ര സെയിൽ തന്നെയുള്ള KPI ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ സെയിലൊക്കെ ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മളെ ബഡ്ജറ്റും മാറ്റം ഉണ്ടാവും, നമ്മളെ ആഡ്സിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റും മാറ്റം ഉണ്ടാവും. ഓക്കെ, അതിന് പിക്ചറേ മാറും. അപ്പോൾ ആദ്യം നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ KPIയിൽ എന്താണ്, നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവരും എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് വേണം, നമുക്ക് സെയിൽ വേണം എന്ന് പറയും. ഫോളോവേഴ്സ് വേണം, റീച്ച് വേണം, സെയിൽ വേണം എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ആക്ച്വലി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എത്ര കൊണ്ടുവരാൻ പറ്റുന്നു, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ 3 മന്ത്സ് പീരീഡിൽ ഇത് കൊണ്ടുവന്ന് ഇനി അടുത്ത 3 മന്ത്സിൽ എന്താണ് ആ ഗോൾ എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. കാരണം അങ്ങനെ ഡിഫൈൻ ചെയ്യാണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ ഒരുപാട് ഏജൻസികളുണ്ട്, അത്രയും ഏജൻസികൾ ഇവിടെ മാർക്കറ്റിലുണ്ട്, കോമ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള ഫ്രൂട്ട് കിട്ടണം, നമ്മൾ ഇടുന്ന സീഡിൻ്റെ ഫ്രൂട്ട് അവർക്ക് കിട്ടണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം ഇത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ സൈഡിൽ ആസ് ഏജൻസി ഇപ്പം ഞാനിപ്പം ഓൾറെഡി പറഞ്ഞു, ഇപ്പം നമ്മുടെ KPI എന്ന് പറയുന്നത് ഇത്ര ഒരു ഫോളോവേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 മന്ത്സിനുള്ളിൽ നമ്മളിപ്പോൾ അത്രയും ഫോളോവേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഡെഫിനറ്റ്ലി അവർ അഗ്രിമെന്റ് റിന്യൂ ചെയ്യും, പിന്നെ നമ്മളുമായിട്ടുള്ള റാപ്പോ അടിപൊളിയാവും, അവർക്ക് മനസ്സിലാവും നമ്മളൊരു പാത്തിലുള്ളത്, വി ആർ ഗെറ്റിംഗ് ദർ, നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ അവിടെ എത്തും, നമ്മൾ ഓൺ പ്രോസസ്സിലാണുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അവർ ആ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം എനിക്ക് റീസെൻ്റ്ലി സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ അക്കാഡമിക്ക് വേണ്ടി ഒരു എന്താണ് സോഷ്യൽ മീഡിയ ട്രെയിനറെ കൂടി നമ്മൾ ഹയർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇട്ടു, സോഷ്യൽ മീഡിയ ട്രെയിനർ നമ്മൾ നോക്കുന്നുണ്ടെന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു മെസ്സേജ് വന്നു. അതായത് ഞാനൊരു കമ്പനിയിൽ ഒരു അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷേ ഞാൻ അവിടെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ആരോ ഡിസൈൻ ചെയ്ത് തരുന്ന പോസ്റ്റ് ജസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യും, ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം എന്നിട്ട് പുള്ളിക്കാരി തന്നെ പറയാണ് ഞാൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്ററാണെന്ന് പുള്ളിക്കാരി തന്നെ ക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിംഗ് ചെയ്യുന്നത് മാത്രമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? ഒരിക്കലും അത് ഡെഫിനറ്റ്ലി പോസ്റ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ പോസ്റ്റിംഗ് എന്നുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഫൈനൽ എൻഡിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഇപ്പം ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ ടാസ്ക് ഉണ്ടെന്ന് പറയും ഇതിൽ. ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ക്ലയൻറ്റ് നമ്മളടുത്ത് സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു 5 വീഡിയോ ചെയ്യാനാണോ നിങ്ങൾ ഈ ബഡ്ജറ്റ് ചോദിക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കാം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ 5 വീഡിയോ ചെയ്യാം എന്നല്ല ഞാൻ ഈ ബഡ്ജറ്റ് ചോദിക്കുന്നത്. ആക്ച്വലി 5 വീഡിയോയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു 5 വീഡിയോ നമ്മളിതുപോലെ ഇരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുന്നു, ആളൊരു 5 കാര്യങ്ങൾ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു, ഞാൻ അതിനെ കട്ട് ചെയ്യുന്നു, 5 വീഡിയോ ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, ആൾക്ക് എന്താവണം, ഈ ബ്രാൻഡിന് ഇന്നേ രീതിയിൽ പൊസിഷൻ ചെയ്യണം, ഈ നമ്മൾ ഇന്നേ സർവീസിങ് കൊടുക്കുന്നത് വിഷ്വലി കാണിച്ചു കൊടുക്കണം, അങ്ങനെ പല പല കാര്യങ്ങളും ആളെ മൈൻഡിലുണ്ട്. അപ്പം നമ്മൾ അതെങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാം, എന്തൊക്കെ രീതിയിൽ ചെയ്യാം. എൻ്റെ തന്നെ ഇപ്പം വീഡിയോ സ്റ്റൈലാണെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ടെസ്റ്റിമോണിയൽസ് എടുക്കാം.
ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ നമ്മളെ സർവീസിനെ പറ്റി ഇപ്പോൾ സംസാരിക്കാം. ഇൻ എ ഫൺ മീം സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോണ്ടൻറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഫോണിൽ എടുക്കുന്ന പോലെയുള്ള കുറച്ച് കോണ്ടൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ അതിന് പുറമെ നമ്മൾ തന്നെ പിക്ചേഴ്സിന് മോഷൻസ് കൊടുത്തിട്ട് അതിൽ നല്ല വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് കോണ്ടൻറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് സ്റ്റൈലിൽ നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിലൊരു മോഡൽ ഇൻവോൾവ് ആവണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ സൈഡിൽ നിന്ന് ഒരാൾ പ്രസൻറ്റ് ചെയ്യാനുണ്ടാവും. ഇനി പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ആളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ, ആളെ നമ്മൾ എന്താണ് ആ ഒരു ഷൂട്ടിനുള്ള സ്റ്റൈലിലേക്ക് ആളെ ആക്സെൻറ്റും സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ നോക്കാനുണ്ട്. അപ്പോൾ 5 വീഡിയോക്ക് ഇത്ര കോസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ പ്രോസസ്സ് എന്താണ്, നമ്മൾ ഔട്ട്പുട്ട് എന്താണ്, അത് മനസ്സിലാക്കിയിട്ടേ നമുക്ക് കോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ, എൻ്റെ ഓഫീസിലുള്ള ഒരു സോഷ്യൽ മീഡിയ മാനേജറുടെ ഒരു ജോബ് റോൾ എന്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ആവല്ലോ. ബേസിക്കലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആയിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ മാനേജർ ഇവിടെ ദുബായിലുള്ള ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിലേക്കാളും ഒരു 3-4 ഫങ്ഷൻസ് എങ്കിലും അവർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൾച്ചറിനനുസരിച്ചിട്ട് ഇപ്പം അങ്ങനെയാണുള്ളത്. ഓക്കെ, കാരണം കമ്പനിക്ക് എഫേർഡ് ചെയ്യാനും പിന്നെ അതുപോലെ വിസ പ്രോസസ്സ് പിന്നെ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നോക്കിയിട്ട് അവരിപ്പോൾ എന്ന് വെച്ചാൽ പോസ്റ്റിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കും, സ്ട്രാറ്റജിയിൽ ഇൻവോൾവ് ആയിരിക്കും, പിന്നെ കോപ്പിയിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷെങ്കിൽ അഗെയിൻ നമ്മളൊക്കെ ഇപ്പോൾ കോപ്പിയിലേക്ക് തന്നെ ആളെ കൊണ്ടുവന്ന് തുടങ്ങി, ഒരു സെപ്പറേറ്റ് ഒരു കോപ്പി റൈറ്റർ. ബിക്കോസ് ഒരുപാട് കോപ്പിയാണ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 clients ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ ഒരു അറൗണ്ട് 10 പോസ്റ്റിനുള്ള കോപ്പി നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും പല പണികളും ഉണ്ടാവുമല്ലോ. ഫുള്ളി കവർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പം നമുക്ക് എന്താണ് ഒരു കോപ്പി റൈറ്ററായിട്ട് ഒരാൾ വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കോപ്പി ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 5 tips to do this എന്നും പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ GPTയോ അല്ലെങ്കിൽ ജെമിനിയോ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഒരു ഹൂക്ക് പോയിൻ്റ് എങ്ങനെ വേണം, ആൾക്കാർ എങ്ങനെ ആ ഡിസൈൻ ഒന്ന് നോക്കാനൊരു ചാൻസ് എന്താണ്, അതിൽ മേ ബി ഈ ഒരു എലമെൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഷെയറിനൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതിലൊരു 2-3 പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഷെയർ ചെയ്യാനും വായിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കോപ്പി റൈറ്ററിന് പറ്റും. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കാൻ പറ്റും. അത് ഷെയറബിൾ ആയിരിക്കണം. എൻ്റെ അടുത്ത് തന്നെ കോപ്പി റൈറ്റിങ്ങിൽ ജോബ് നോക്കിയിട്ട് ഒരുപാട് പേര് വന്നിന്. ഓക്കെ, ദുബായിൽ തന്നെ. ഓക്കെ, ഞാനതിൽ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ദുബായിൽ കോപ്പി റൈറ്റിങ്ങിന് മാത്രമായിട്ട് പലരും ജോബ് നോക്കാറില്ല. കാരണം ഒരു ഡെഡ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുന്നവർ. ഓക്കെ, അതിനായിട്ട് അവർ നോക്കാറില്ല. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ അവർ എല്ലാവരും ഒന്നും നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സോഷ്യൽ മീഡിയ മാനേജർ തന്നെ എല്ലാ വർക്കും ചെയ്യുന്ന ഒരു സ്റ്റൈലാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് കോപ്പിക്ക് ഒരാൾ വേണം തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അത് റീലിലാണെങ്കിലും റീലിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ഡിസൈനിലേക്കുള്ള കോപ്പി ചെയ്യുകയാണെങ്കിലും ഒരു കോപ്പി റൈറ്റർ ഇൻവോൾവ് ആയിട്ട് അവരെ ഇൻപുട്സും കൂടി വന്നിട്ടുള്ള ഒരു കോപ്പി ആണെങ്കിൽ ഹോൾ ഔട്ട്പുട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചവരൊക്കെ എന്താണ് നിങ്ങൾ ശരിക്കും ഏജൻസി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോപ്പി റൈറ്റർ എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം കോപ്പി AI ടൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ചേഞ്ചസ് വന്ന ഒരു ഇൻഡസ്ട്രിയാണ്. AIനെ കൊണ്ട് നല്ല ചേഞ്ചസ് വന്ന ഇൻഡസ്ട്രിയാണ് കോപ്പി റൈറ്റിംഗ്. ഓക്കെ, കോണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളത്. ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരുപാട് ടൂൾസ് നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൂൾസൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നതുമാണ് നമ്മൾ. ബട്ട് സ്റ്റിൽ ചെറിയൊരു ഹ്യൂമൻ ഇൻപുട്സ്, പിന്നെ ഒരു ചെറിയൊരു ചേഞ്ചസ്, പിന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോപ്പി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. എൻ്റെ ഒരു പിക്ചറേ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ കോപ്പി ഇപ്പോൾ ഡിസൈനറേത്ത് കൊടുക്കുമ്പോൾ ഇല്ലേ, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു ഫേമസ് ഡയലോഗോ എന്തെങ്കിലും വെച്ചിട്ട് തുടങ്ങുന്നെങ്കിലേ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നതും കംപ്ലീറ്റ്ലി മാറും. എനിക്ക് ആ കോപ്പിയോട് മാച്ച് ചെയ്യാൻ പറ്റണ്ടേ ആ ഡിസൈൻ. അപ്പൊ അവന്റെ എഫേർട്ടും ഫുള്ള് മാറും. കണക്ട് ചെയ്ത് വരും. ഇനിയിപ്പോ ഞാനതൊരു സിമ്പിൾ ആയിട്ട് 5 tips to do this എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെന്ന് നോക്കുക. അവനും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലേഔട്ടാണ് ഫസ്റ്റ് സ്ലൈഡിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന് പകരം ഈ ഒരു കോപ്പി മാറുന്നതോടുകൂടി ഡിസൈൻ സ്റ്റൈലും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ഇപ്പം ഈ AI ടൂൾസിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ഇപ്പം കറൻലി?
എസ്പെഷ്യലി ദുബായ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ? ഒരുപാട് ഏജൻസികൾ നല്ലോണം AI ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തവരുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് AI ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പ്രീമിയം വെർഷൻ പ്രീമിയം വേർഷൻ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ സബ്സ്ക്രിപ്ഷൻസിന് ടൂൾസിന് വേണ്ടിയിട്ട് തന്നെ മന്ത്ലി അറൌണ്ട് 1000 ദിർഹംസോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം കംപ്ലീറ്റ്ലി AI-നെ ആശ്രയിച്ച് നിൽക്കുന്ന ഏരിയകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് ഒരു 80% ഡെഫിനറ്റ്ലി കോപ്പിയിലൊന്നുണ്ട്. ഓക്കെ, നമ്മൾ കോപ്പി റൈറ്റിങ്ങിനകത്ത് ടൂൾസ് വെച്ച് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ബട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്തൊരു കോപ്പീനെ നമ്മൾ ടൂളിൻ്റെ ഹെൽപ്പോട് കൂടെ അതിനെ റിഫൈൻ ചെയ്യുക. ഓക്കെ, എൻഹാൻസ് ചെയ്യിക്കും. എന്നിട്ട് പിന്നെ അതിലൊരു എൻഹാൻസ്മെന്റ് ഉണ്ടാവും. പേഴ്സണലി പിന്നെയും അറ്റ് ദി എൻഡ് ഒരു 3 വേർഷൻ എങ്കിലും വന്നിട്ടുണ്ടാവും. ആദ്യം നമ്മൾ മാനുവലി റൈറ്റ് ചെയ്യും, ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാനുവലി റൈറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ AI ടൂൾ വെച്ചിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ചിലയിടത്ത് നമുക്ക് ഭയങ്കര AI ആയിട്ട് ഫീൽ ചെയ്യും. അത് നമ്മൾ റിമൂവ് ചെയ്യും. കാരണം മാർക്കറ്റിലുള്ള എല്ലാ ബിസിനസ് ഓണേഴ്സിനും അറിയാം ഇന്ന് ഈ ഒരു എൻ്റെ അടുത്ത് തന്നെ ക്ലയൻറ്റ് ചോദിച്ച ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സെന്റൻസ് AI ടൂളല്ലേ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. കാരണം ആദ്യം കുറേ ക്ലയൻസിന് AI ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. ഇപ്പം കുറെ ക്ലയൻസിന് നിങ്ങൾ AI യൂസ് ചെയ്യണ്ട, കാരണം അങ്ങനെയായി മാറി. നിങ്ങൾ ഒരുപാട് അത് യൂസ് ചെയ്യണ്ട. നിങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാവും. സ്റ്റുഡൻസ് അടുത്ത് പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ്, നിങ്ങൾക്ക് AI ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ വായിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇത് കാണുന്നത് ആരാണ്? ഹ്യൂമൻസ് ആണ്. അപ്പം അവർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ചേഞ്ചസ് നമ്മൾ ഇതിൽ വരുത്തണം. അതല്ലെങ്കിൽ ഫുള്ളി ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആസ് എ ഹ്യൂമൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പുതിയൊരു കോപ്പി റൈറ്റർ ഒരു ആളുകൾ ടീം വന്ന സമയത്ത് തന്നെ ആ കണ്ടന്റിനെ ഫുൾ മാറി. അപ്പോൾ ഒരു പുതിയൊരു റിസൾട്ട് കിട്ടുന്ന കുറച്ചും കൂടി റിസൾട്ട് ഇമ്പ്രൂവ് ആവുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം, പക്ഷേ നമ്മളുടേതായ ഇൻപുട്ടിനകത്ത് നമ്മൾ കൊടുക്കണം. നമ്മൾ ഇൻപുട്ട് അതിലുണ്ട് എന്ന് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം, ക്ലയൻസിന് ഫീൽ ചെയ്യണം. ഇത് ചുമ്മാ ഒരു AI ടൂൾ വെച്ച് മാത്രം ചെയ്തതാണെന്ന് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത്. കാരണം അതിൽ അവർ ഹാപ്പി അല്ല. അങ്ങനെ ഒരു AI ടൂൾ വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ എഫർട്ട് ഇടുന്നത് അവർ അറിയണം. ഓക്കെ, ഇപ്പം ദുബായ് പർട്ടിക്കുലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണോ? ഇപ്പോൾ ലാസ്റ്റ് 1 year എക്സ്പീരിയൻസ് വെച്ച് പറയാം. അറൗണ്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സമയം ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം യൂസ് ചെയ്ത് ഞാൻ കുറേ ക്യാമ്പയിൻസ് ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് 1 year അല്ലെങ്കിൽ 2 yearsൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. റെസ്റ്റോറൻറ്റ്സ് ഒഴികെ ബാക്കി ആർക്കും നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അറ്റ് ദ മൊമെൻറ്റ് എൻ്റെ ക്ലയൻസിന് ആർക്കും ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. ഓക്കെ, റെസ്റ്റോറൻറ്റ്സിന് നമ്മൾ നല്ലോണം സജസ്റ്റ് ചെയ്യുന്നു, നല്ല റിസൾട്ട് ഉണ്ടാവുന്നതും ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാണെങ്കിൽ ഇൻഫ്ലുവൻസറിനെക്കാട്ടും കൂടുതൽ വർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്താണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? നല്ലൊരു കോണ്ടന്റ് വരണം. ഓക്കെ, ഓഡിയൻസ് റീച്ച് കിട്ടണം. ഇതൊക്കെയാണ്. അപ്പോൾ മുമ്പുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഫോളോവർ ഉള്ളവർക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 700-1000 വ്യൂസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇന്ന് അങ്ങനെയല്ല. 100 ഫോളോവർ ആണെങ്കിൽ അവൻ്റെ കോണ്ടന്റ് അടിപൊളിയാണെങ്കിൽ അവനക്ക് 1 million വരെ വ്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ അപ്പം നമുക്ക് ഇൻഫ്ലുവൻസർ ഒരു ആവശ്യം വരുന്നില്ല. പണ്ടാണെങ്കിൽ ഒരു 10K ഫോളോവർ അല്ലെങ്കിൽ 100K ഫോളോവർ ഉള്ള ഇൻഫ്ലുവൻസറിനെ ആ വ്യൂസ് കിട്ടുന്നുള്ളൂ. ഓക്കെ, അവൻ്റെ അക്കൗണ്ടിനെ ആ റീച്ച് പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് നമ്മളെ കോണ്ടന്റ് നല്ലതാണെങ്കിൽ നമുക്ക് 1 million എത്ര വ്യൂസ് വേണമെങ്കിൽ കിട്ടും. ഫോളോവേഴ്സിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ സ്പെസിഫിക്കലി ക്ലയൻറ്റ് മെൻഷൻ ചെയ്യും അവർക്ക് ഇന്നേ ഒരു ഗോൾ ഉണ്ട്, ഇന്നേ ഒരു ഇൻഡസ്ട്രിയിൽ ഒരാളെ അറിയിക്കണം. ഇൻഫ്ലുവൻസറെക്കാട്ടും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ ഉണ്ടാവുമല്ലോ ആ ഫീൽഡിലുള്ള, അവരുമായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഓഡിയൻസിനെ അറിയിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. ആളൊരു ഇൻഫ്ലുവൻസർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ആളൊരു റെപ്യൂട്ടഡ് പേഴ്സൺ ആയിരിക്കും ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹെൽത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ, അങ്ങനെയാണെങ്കിൽ വേറെ ഇൻഡസ്ട്രി ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിലൊന്നും ഇൻഫ്ലുവൻസറെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നല്ല വ്യത്യാസമുണ്ട്. കാരണം കോണ്ടന്റ് ക്രിയേറ്ററിന് ചിലപ്പോൾ ഫോളോവർ ഒന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ അവരെ കോണ്ടന്റ് അടിപൊളിയായിരിക്കും, നല്ല കോണ്ടന്റ് ആയിരിക്കും. അവർക്ക് 5K ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല കോണ്ടന്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്.
അപ്പോൾ അവരെ നമ്മൾ മന്ത്ലി ബേസിസിൽ ഓൺ ബോർഡ് ചെയ്യാറുണ്ട്. ഞാനൊരു അറൗണ്ട് 20 അടുത്തുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ടിൽ ആ കോണ്ടന്റ് ക്രിയേറ്ററെ നമ്മൾ ഇൻവോൾവ് ചെയ്യും. അപ്പോൾ മന്ത്ലി ഞാനൊരു ക്ലയൻറ്റിന് 10 വീഡിയോസ് അല്ല 6 വീഡിയോസാണ് കൊടുക്കുന്നത് നോക്കുക. അപ്പം ഞാൻ ഈ കോണ്ടന്റ് ക്രിയേറ്റർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവർ നമ്മളെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അവരെയും ഇൻപുട്സ് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിന് പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അവരുടെ ഇൻപുട്ട് എടുത്തിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി വ്യൂസ് കിട്ടുന്നുണ്ട്, നല്ല റീച്ച് പോകുന്നുണ്ട്, പിന്നെ അവർക്ക് ക്യാമറ പ്രസന്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റും ഓക്കെയാണ്. ഇവർ ഓൾറെഡി റെപ്യൂട്ടഡ് പേഴ്സൺ അല്ല, ബട്ട് സ്റ്റിൽ അവർക്ക് ഇതിനുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയാസ് ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിൽ കോണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ അവർക്കറിയാം. പിന്നെ അതുപോലെ UGC ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരവരെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും ചെയ്യാറ്. നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ ആ പ്രോഡക്റ്റിനനുസരിച്ചുള്ള കോണ്ടന്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും. അവരവരെ അക്കൗണ്ടിൽ ഇടണം എന്നൊന്നും നിർബന്ധമില്ല, നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. നമ്മളെ ബ്രാൻഡ് അക്കൗണ്ടിൽ ഇട്ടാൽ നല്ല കോണ്ടന്റ് ആണെങ്കിൽ അതിന് റീച്ച് കയറിക്കോളും. പിന്നെ ഇൻഫ്ലുവൻസർ ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. ഞാൻ കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്ന് പറയില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സിന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി ക്ലയൻസിനൊന്നും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പം ഇല്ല, ഡെഡാണ്. പിന്നെ ഓൾറെഡി ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നെക്സ്റ്റ് 1-2 ഇയേഴ്സിൽ ഡെഡ് ആവും തന്നെയാണ് സ്റ്റഡി അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് പകരം ക്രിയേറ്റേഴ്സിന് കുറച്ചും കൂടി സ്കോപ്പ് ഉണ്ടാവും, UGC ക്രിയേറ്റേഴ്സിന്. പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ ബ്രാൻഡ്സിനെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എംപ്ലോയീസ് ആണ് അവരെ സ്റ്റാർ വീഡിയോയിലൊക്കെ. കാരണം ആൾക്കാർ കുറച്ചും കൂടി ഒതന്റിക് കോണ്ടന്റ് നോക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇതൊരാൾ വന്ന് അഭിനയിച്ച് പറയുകയാണെന്നൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ആൾക്കാർക്ക് എന്താ എംപ്ലോയീനെ വെച്ചിട്ട് ഭയങ്കര അധികം കട്ട്സ് ഒന്നും ഇല്ലാണ്ടുള്ള ഒരു കോണ്ടന്റ് എന്നെങ്കിൽ അതിന് ഭയങ്കര റീച്ചാണ്. ഒതന്റിക് കോണ്ടന്റ് ആണ് ആൾക്കാർക്ക് വേണ്ടത്, റിയൽ ഒതന്റിക് കോണ്ടന്റ്. ഇപ്പം നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ദുബായിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതിലെങ്ങനെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാം എന്നെല്ലാം നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റി. താങ്ക് യു ബേസിൽ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.